സുഹൃത്തുക്കളെ നമസ്കാരം. മറ്റൊരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. 1996 സല്ലാപം എന്ന ചിത്രം റിലീസാകുന്നത്. നിങ്ങളിൽ പലരും ഈ ചിത്രം കണ്ടിരിക്കും. ഞാനും തിരുവനന്തപുരത്ത് എന്തോ ആവശ്യത്തിന് പോയപ്പോൾ തിയേറ്ററിൽ നിന്ന് ഈ സിനിമ കാണുകയുണ്ടായി. സുന്ദർദാസാണ് സംവിധായകൻ. AK ലോഹിതദാസിൻ്റെ തിരക്കഥാ സംഭാഷണം. ദിലീപാണ് മുഖ്യവേഷത്തിൽ. ഒരു പുതുമുഖ നായിക ഈ ചിത്രത്തിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു. മഞ്ജു വാര്യരായിരുന്നു ആ പുതുമുഖ നായിക. ചിത്രം കണ്ടിറങ്ങിയപ്പോൾ എനിക്ക് തോന്നി, എൻ്റെ അന്നത്തെ പരിമിതമായ ചലച്ചിത്ര പ്രേമവും ചലച്ചിത്ര സംബന്ധിയായ മാസികകളൊക്കെ വായിച്ചുള്ള അറിവും അതൊക്കെ മലയാള സിനിമയ്ക്ക് ഒരു മുതൽക്കൂട്ടാണ് ഈ നടി എന്ന് തോന്നി. തൻ്റെ ആദ്യ ചിത്രത്തിലെ ആ ഒരു പെർഫോമൻസ് കണ്ടപ്പോൾ തന്നെ ഞാൻ മഞ്ജു വാര്യർ ഒരു നടി എന്ന നിലയിൽ തൻ്റെ അഭിനയ സിദ്ധി കൊണ്ട് മലയാള ചലച്ചിത്ര രംഗം കീഴടക്കുമെന്ന് അന്ന് തന്നെ എൻ്റെ ആ കുഞ്ഞു മനസ്സിൽ തോന്നി. അത് കാലം തെളിയിക്കുകയും ചെയ്തു. അത് വേറെ കാര്യം. അപ്പോൾ പിന്നീട് എത്രയോ നല്ല ചിത്രങ്ങളിൽ അവർ അഭിനയിച്ചിരിക്കുന്നു. അന്ന് ഈ ഒരു അഭിപ്രായം സിനിമ കണ്ടിറങ്ങി പിന്നീട് സിനിമയിൽ താല്പര്യമുള്ള, അല്ലെങ്കിൽ എൻ്റെ അടുത്ത സുഹൃത്ത് വലയത്തിൽ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോടൊക്കെ ഇക്കാര്യം സൂചിപ്പിക്കുകയുണ്ടായി. സല്ലാപം എന്ന സിനിമയിലെ ഒരു പുതുമുഖ നടി മലയാള സിനിമ കീഴടക്കാൻ പോകുന്നു. അതിൽ പല സുഹൃത്തുക്കളും ശ്രദ്ധിക്കാതിരിക്കുകയോ എൻ്റെ കമൻ്റ് ശ്രദ്ധിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ ചിരിച്ച് ഈ കമൻറ്റിനെ കളയുകയോ അല്ലെങ്കിൽ അതിനെ അർഹിക്കുന്നൊരു ഗൗരവം കൊടുക്കാതെ അതിനെ ഒരു ചിരിയിലൊതുക്കുകയോ ചെയ്തതായി ഓർമ്മിക്കുന്നു. എങ്കിലും എൻ്റെ അഭിപ്രായം ഞാൻ ചലച്ചിത്ര താല്പര്യമുള്ള സുഹൃത്തുക്കളോട് ആവർത്തിച്ചു കൊണ്ടേയിരുന്നു. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് കാലം തെളിയിച്ചു. നിങ്ങളും ഞാനുമൊക്കെ ചലച്ചിത്ര രംഗത്തെ കുലപതികൾ പോലും ഒരു നടി എന്ന നിലയിൽ മഞ്ജു വാര്യരുടെ അഭിനയശേഷിയെ അംഗീകരിക്കുകയുണ്ടായി. അത് വേറെ കാര്യം. അപ്പോൾ ഇതൊക്കെ പറയാനുള്ളൊരു സാഹചര്യം, ഫേസ്ബുക്കിലൊരു പോസ്റ്റ് അടുത്തിടെ കണ്ടു. അതായത് ശ്രീമതി മഞ്ജു വാര്യർ 30 കൊല്ലം ആകുന്നു ചലച്ചിത്ര രംഗത്ത് എത്തിയിട്ട് എന്നൊരു FB പോസ്റ്റ് കണ്ടു. ഈ പശ്ചാത്തലത്തിലാണ് ഈ ഒരു ഓർമ്മ ഞാൻ എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. പ്രതികരിക്കുക സുഹൃത്തുക്കളെ. നന്ദി, നമസ്കാരം.